ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമത്തിനായി ചരിത്രപ്രസിദ്ധമായ മക്കയും പരിസര പ്രദേശങ്ങളും തയ്യാറെടുത്തു കഴിഞ്ഞു. ഓരോ ഹജ്ജ് തീർത്ഥാടകനും വിശുദ്ധിയുടെ പ്രതീകമായി തൂവെള്ള ഇഹ്റാം വസ്ത്രങ്ങൾ അണിയുമ്പോൾ ആത്മസംതൃപ്തിയോടെ മനസ്സ് നിറയുന്ന ഒരു മലയാളിയുണ്ട്. പേര് വിശ്വംഭരൻ. ഇദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഇഹ്റാം വസ്ത്രങ്ങളാണ് 1 ലക്ഷത്തോളം ഹജ്ജ് തീർത്ഥാടകർ ഉപയോഗിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തസംഗമത്തിന് തയ്യാറെടുക്കുകയാണ് ചരിത്രപ്രസിദ്ധമായ മക്കയും പരിസരവും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പുണ്യനഗരിയിൽ എത്തിക്കഴിഞ്ഞു. ലാളിത്യത്തിന്റെ വെള്ളപുതച്ചെത്തുന്ന തീർത്ഥാടകരിൽ 1 ലക്ഷത്തോളം പേർ ധരിക്കുന്നത് വിശ്വംഭരന്റെ ഫാക്ടറിയിൽ നിർമ്മിച്ച ഇഹ്റാം വേഷമായിരിക്കും. റാസൽ ഖൈമയിലെ ഈ ഫാക്ടറിയിലാണ് വിശ്വംഭരൻ മതസൌഹാർദ്ദത്തിന്റെ ഊടും പാവും ചേർക്കുന്നത്. ശുദ്ധമായ പരുത്തി ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിലാണ് ഇഹ്റാം വസ്ത്രങ്ങളുടെ നിർമ്മാണം. 25-ാം വയസ്സിൽ പ്രവാസിയായി സൌദിയിലെത്തിയ ഇദ്ദേഹം 10 വർഷം മുൻപാണ് ഇഹ്റാം വസ്ത്രം തയ്യാറാക്കാൻ തുടങ്ങിയത്. പടച്ചോന്റെ കൃപയാണ് അത്. ഞാനും എന്റെ കുടുംബവും അത് അംഗീകരിച്ചേ പറ്റൂ. ഞാൻ 76-ൽ സൗദി അറേബ്യ പോയത്. അന്നിന് 25 വയസ്സ്. അവിടെ നിന്നാണ് എൻ്റെ ജീവിതം സ്റ്റാർട്ടാകുന്നത്. അങ്ങനെ 76-ൽ പോയി ഒരു 80 ഞാൻ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അവിടെ നിന്ന് കച്ചവടം അനുഗ്രഹം കൊണ്ട് അത് വലുതായി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ പവിത്രതയും അന്നത്തെ ഇസ്ലാമെന്ന് പറയുന്ന വളരെ വ്യത്യസ്തമാണ്. ഞാനവിടെ പോകുമ്പോൾ ഒരു നോട്ട് റോഡിൽ കിടന്നാൽ അതാരും തൊടില്ല. കാറ് പൂട്ടാറില്ല. കാറ് നമ്മൾ പാർക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാറില്ല. അത്ര സത്യസന്ധമായിരുന്ന പവിത്രമായിരുന്ന ഇസ്ലാം അതിങ്ങനെ വളർന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ആകർഷനായി. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സൗദിയിലുണ്ടായിരുന്ന കാലയളവിലാണ് ഇസ്ലാമിനെ കൂടുതൽ അറിഞ്ഞതും ആകർഷനായതും. സൗദിയിൽ അറബിക് ഗാർമെന്റ്സ് ബിസിനസും ബേക്കറിയിലുമായിരുന്നു തുടക്കം. വ്യാപാരം വിപുലപ്പെടുത്താനാണ് റാസൽ ഖൈമയിൽ എത്തിയത്. ഇവിടെ വിശാലമായ സ്ഥലവും മറ്റു നിക്ഷേപ സാഹചര്യങ്ങളും ഒത്തുവന്നതോടെ റോയൽ ടെക് എന്ന ഫാക്ടറിയും ഉയർന്നു. ഹജ്ജിന്റെയും ഉംറയുടെയും പവിത്രത ഇഹ്റാം വസ്ത്ര നിർമ്മാണത്തിലും ഇവർ പാലിച്ചു പോരുന്നു. പ്യൂർലി കാട്ടൺ ഞാൻ പാകിസ്ഥാനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അതിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് അത് ഇവിടെ കണ്ടല്ലോ, അതനുസരിച്ച് ബ്ലീച്ച് ചെയ്ത് ഹാങ് ചെയ്ത് മടക്കി വളരെ 1 രൂപ ലാഭത്തിന്. പക്ഷെ തൊഴിലാണ് കൊടുക്കുന്നതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അതോടൊപ്പം ഞാനും ജീവിക്കും. എൻ്റെ കുട്ടികൾക്ക് അതുകൊണ്ട് ഉണ്ടായ വളർച്ച, അവരുടെ നന്മ, അവരിന്ന് ഈ ലോകത്ത് നല്ല നിലയിലെത്തി, ഇതെല്ലാം ഒരാളിൻ്റെ കൃപയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടില്ലേ പറ്റും. അത് സത്യസന്ധമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തും ഈ ലോകത്ത് നേടാം. പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവരുന്ന ശുദ്ധമായ പരുത്തി നൂലിലാണ് നിർമ്മാണം. ശക്തമായ മത്സരമുണ്ടെങ്കിലും നിർമ്മാണത്തിലെ ചിട്ടവട്ടങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് വിശ്വംഭരൻ തയ്യാറല്ല. അമിത ലാഭത്തിനായി വളഞ്ഞ വഴികൾ തേടിപ്പോകാതെ കിട്ടുന്നതിൽ സംതൃപ്തനാണ് ഈ മലയാളി. 96, 97 എല്ലാം 1,10,000 സെറ്റ് ചെയ്തിരുന്നു. അത് ഒരു 5 വർഷം ഏകദേശം 1 ലക്ഷം സെറ്റ്, 1 ലക്ഷം പേരുടെ അത് മതി. അത് അപ്പോൾ ഓരോ സെറ്റിനും എനിക്ക് 1 രൂപ വെച്ച് കിട്ടും. അപ്പോൾ 1 ലക്ഷം ഇത് മതി. ബിസിനസ് എന്ന് പറയുന്നത് വലുതായിട്ട് ചെയ്യാൻ, ചെറുതായിട്ട് ചെയ്യാൻ, അതിൽ കിട്ടുന്ന ആത്മസംതൃപ്തി, അതിൽ കിട്ടുന്ന നന്മ, അതിൽ നിന്ന് നമ്മൾ ആരെയും പറ്റിച്ചിട്ടില്ല എന്നുള്ള ഒരു അറിവ്, ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത്. അപ്പം നമ്മൾ അതിൽ നിന്നുണ്ടാക്കുന്ന ലാഭം എപ്പോഴും ഹലാലായിരിക്കണം. ഇഹ്റാം വസ്ത്രത്തിലെ നിർമ്മാണ ഘട്ടങ്ങളെ ഹജ്ജ് കർമ്മത്തിന്റെ അനുഷ്ഠാന രീതികളോട് ചേർത്തു കാണാം. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ളവർ മക്കയെ ലക്ഷ്യമാക്കി നീങ്ങുന്നതുപോലെ പല ട്രാക്കുകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന നൂൽക്കെട്ടുകൾ യന്ത്രത്തറികളിലേക്ക് കയറുന്നു. മക്കയിൽ തീർത്ഥാടകരെല്ലാം ഒന്നായിത്തീരുന്നതുപോലെ പലതായിപ്പോയ നൂൽക്കെട്ടുകൾ ഒറ്റ ഇഹ്റാം വസ്ത്രമായി തറികളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു.
വെള്ള പുതച്ചു നിൽക്കുന്ന അറഫ സംഗമത്തെ അനുസ്മരിപ്പിക്കും കഴുകി ഉണക്കാനിട്ട ഇഹ്റാം വസ്ത്രങ്ങൾ. ഇതിനിടയിലുള്ള നെയ്ത്ത് ജോലികളെ മുസ്തലിഫയിലേക്കും മിനായിലേക്കുമുള്ള യാത്രയോടും സഫ മർവ മലകൾക്കിടയിലുള്ള പ്രയാണത്തോടും ഉപമിക്കാം. जैसा ये एक तो है कि प्योर कॉटन है, इसमें पॉलिस्टर नहीं मिक्स करते, प्योर कॉटन है. वो फिर इसका एक प्रोसीजर है, वार्पिंग करते हैं. वार्पिंग के बाद फिर वो टावल लूम मशीन में आते हैं. इसके बाद फिर वाशिंग होता है, उसके बाद फिर पैकिंग होता है, फिर प्रेसिंग सिस्टम है, तो उसके बाद ये आते हैं. ഗാർമെന്റ്സ് ബിസിനസിൽ അച്ഛന് സഹായവുമായി മകൻ അനൂപും രംഗത്തുണ്ട്. അനൂപ് രംഗത്തെത്തിയ ശേഷമാണ് കൂടുതൽ പ്രൊഫഷണലായ തരത്തിൽ ബ്രാൻഡിംഗും മറ്റും ആരംഭിച്ചതും കന്തൂറയടക്കമുള്ള ഉൽപ്പന്നങ്ങൾ നെയ്യാൻ ആരംഭിച്ചതും. വലിപ്പവും ഡിസൈനും അനുസരിച്ച് 6 തരത്തിലുള്ള ഇഹ്റാം വസ്ത്രങ്ങളാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഈ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഹജ്ജും ഉംറയും ചെയ്യുന്നവരുടെ പ്രാർത്ഥനയിൽ ഇടം ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് വിശ്വസിക്കുന്നു 66-കാരനായ വിശ്വംഭരൻ.